ഗൗതം ഇവിടെ എടുത്തു പറയേണ്ട ഒരു സംഗതി, ഞാൻ ഗൗതമിനെ തടസ്സപ്പെടുത്താതെ ആ വിവരണം ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. ചരിത്രം കുറിച്ച സന്ദർശനത്തിന് തുടക്കമിട്ട ശേഷം പ്രധാന സേവകൻ പ്രചാരകനായി പലവട്ടം കടന്നു വന്നിട്ടുള്ള RSS ആസ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടത്. പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ ആദ്യത്തെ സന്ദർശനം. പുതുതായി ചേർന്ന പ്രേക്ഷകർക്കായി ഈ ദിവസത്തിൻ്റെ പ്രത്യേകതകൾ പലതുണ്ട്. ഒന്ന്, 100-ാം വർഷത്തിലേക്ക് കടക്കുന്ന രാഷ്ട്രീയ സ്വയംസേവക് സംഘിൻ്റെ ആദ്യത്തെ സർസംഘചാലക് സ്ഥാപകൻ ഡോക്ടർ കേശവ് ബലറാം ഹെഡ്ഗേവാറിൻ്റെ ജയന്തിയാണിന്ന്. 2, പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ ശ്രീ നരേന്ദ്ര ദാമോദർ ദാസ് മോദിയുടെ ആദ്യ നാഗ്പൂർ സന്ദർശനം, അഥവാ നാഗ്പൂരിലെ RSS ആസ്ഥാനത്തേക്കുള്ള ആദ്യ സന്ദർശനം. ഇതിനെല്ലാം ഉപരി ഇന്ന് ഒരല്പം മുമ്പ് ഗൗതം ഓർമ്മപ്പെടുത്തിയതുപോലെ ഇവിടുത്തെ സ്മൃതി മണ്ഡപങ്ങൾ അടക്കം അടിച്ചു തകർത്തിരുന്ന ഒരു കാലമുണ്ട്. ഇപ്പോൾ അതിൽ നിന്ന് എന്തിന് രാഷ്ട്രീയ സ്വയംസേവക് സംഘ് എന്നൊരു പ്രസ്ഥാനത്തിന് 100 വർഷം മുമ്പ് ഡോക്ടർ ജി തുടക്കം കുറിച്ചു എന്നുള്ളത് ഒരു കഥയുണ്ട് അല്ലേ ഗൗതം? അദ്ദേഹം മറ്റുള്ളവരെ പറഞ്ഞു കേൾപ്പിച്ചിരുന്ന കഥയാണ്. മാനും മറ്റ് വന്യമൃഗങ്ങളും. മാൻകൂട്ടം അവർക്ക് വേണ്ട ഭക്ഷണമെല്ലാം കൃത്യമായി കഴിച്ച് വളരെ ആരോഗ്യവാന്മാരായി കഴിയുന്നു. കിടന്നുറങ്ങുന്ന വന്യമൃഗങ്ങൾ അതിനുശേഷം ഇവയെ പിടിച്ചു തിന്ന് ആ ഹെൽത്തി ഡയറ്റ് സ്വന്തമാക്കുന്നു. 100 വർഷം മുമ്പ് അന്നത്തെ ഭാരതത്തിൻ്റെ അവസ്ഥ, അന്നത്തെ ഭാരതീയരുടെ മാനസിക അവസ്ഥ അതുകൂടി തിരിച്ചറിഞ്ഞു വേണം RSSൻ്റെ സ്ഥാപനത്തിൻ്റെ പ്രസക്തിയും പ്രാധാന്യവും കൂടി നാം ചർച്ച ചെയ്യേണ്ടത്. അടിമത്ത മനോഭാവം, സാമ്പത്തികമായി സാംസ്കാരികമായി കൊള്ള ചെയ്യപ്പെട്ട് തകർന്നു നിൽക്കുന്ന ഒരു സമൂഹം. അവിടെയാണ് പലരും പരിഹസിച്ചിട്ടും ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്ത് ഹിന്ദുക്കൾ ഒന്നിക്കണം എന്നുള്ള ആഹ്വാനം അദ്ദേഹം നടത്തിയത്. ശത്രുബോധം എന്നുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് കാണുന്നവരെയൊക്കെ ശത്രുക്കളായി കാണുക എന്നുള്ളതല്ല, ശത്രുവാര് മിത്രമാര് എന്ന തിരിച്ചറിവ് വേണമെന്നും രാഷ്ട്രമായി നിലനിൽക്കണമെങ്കിൽ അതൊരു കഷണം ഭൂമിയായി കൈ കിട്ടിയിട്ട് കാര്യമില്ല എന്നും സാംസ്കാരികമായി ഒരേ രീതിയിൽ ചിന്തിക്കുന്നവർ, ഒരുമിച്ച് നിൽക്കുന്നവർ, രാഷ്ട്രത്തിനായി സമർപ്പിക്കുന്നവർ ഉണ്ടാകണം എന്നതുകൊണ്ട് തന്നെ എല്ലാ വിധത്തിലും അർത്ഥസമ്പുഷ്ടമായ രാഷ്ട്രത്തിനായി സ്വയം സമർപ്പിക്കുന്ന, രാഷ്ട്രീയമല്ല ഇന്ന് കാണുന്ന കക്ഷി രാഷ്ട്രീയമല്ല, രാഷ്ട്രത്തിനായി സ്വയം സമർപ്പിക്കുന്നവരുടെ സംഘടനയ്ക്ക് അദ്ദേഹം രൂപം കൊടുക്കുന്നത്. 100 വർഷം കഴിഞ്ഞ് പിന്നോട്ട് നോക്കുമ്പോൾ അന്ന് അങ്ങനെ ഒരു പ്രസ്ഥാനം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇന്ന് ഭാരതത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഇന്ന് നാം തലയുയർത്തി നിൽക്കുന്നു. ഡൊണാൾഡ് ട്രംപും വ്ളാഡിമിർ പുടിനും കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ നരേന്ദ്രമോദിയെ വിളിക്കുന്നു. പുടിനും സെലൻസ്കിയും ഒരുപോലെ സ്വീകാര്യനായ പ്രധാനമന്ത്രിയായി മാറുന്നു. ഒക്കെയുള്ളപ്പോൾ പോലും ഇന്നും അകത്തു നിന്നും പുറത്തു നിന്നുമുള്ള വെല്ലുവിളികൾ, ഭീഷണികൾ എത്രത്തോളം ഉണ്ടെന്നും അത് നേരിടാൻ ഉള്ള കരുത്തും ആർജവും ലഭിച്ചത് എങ്ങനെയെന്നും ഇന്ന് നമ്മെ പഠിപ്പിക്കുന്നു ചരിത്രം. ഗൗതം, സേവക സംഘം രൂപീകരിക്കുവാൻ ഡോക്ടർ കേശവ് ബലറാം ഹെഡ്ഗേവാറിനെ പ്രേരിപ്പിച്ചതായിട്ടുള്ള ഘടകങ്ങൾ അത് നമ്മൾ തീർച്ചയായിട്ടും ഈ ഘട്ടത്തിൽ പരിശോധിക്കേണ്ടതാണ്. കാരണം നീണ്ട അടിമത്തത്തിന് വിധേയമാക്കപ്പെട്ട ഒരു മഹത്തരമായ രാഷ്ട്രമാണ് നമ്മുടേത്. കാരണം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശക്തിയായി ലോകത്തിൻ്റെ ജഗദ്ഗുരു സ്ഥാനം ഒരു കാലഘട്ടത്തിൽ അലങ്കരിച്ച ഈ ഒരു രാജ്യത്തേക്ക് ഒരു കാലഘട്ടത്തിൽ അധിനിവേശത്തിൻ്റെ വലിയ പടയോട്ടങ്ങൾ ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് അലക്സാണ്ടറുടെയൊക്കെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള അധിനിവേശങ്ങൾക്കപ്പുറം പിന്നീട് ഇസ്ലാമിക മതമൗലികവാദ ശക്തികൾ, മത അടിസ്ഥാനത്തിലുള്ള അധിനിവേശം നമ്മുടെ രാജ്യത്തേക്ക് ഉണ്ടാകുന്നു. അത് ഏതാണ്ട് 711 മുതൽ ഇങ്ങോട്ട് നമുക്ക് വിവിധ രീതിയിലും വിവിധ സ്വഭാവത്തിലുമുള്ള അധിനിവേശങ്ങളെ ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ സാധിക്കും. അതിനാൽ തുടർച്ചയായി ഉണ്ടാകുന്ന ഈ അടിമത്തത്തിൻ്റെ കാരണം, അല്ലെങ്കിൽ നമുക്കിതിനെ പ്രതിരോധിക്കാൻ കഴിയാതെ പോയത് രാഷ്ട്രഭക്തി സമൂഹത്തിനിടയിൽ ഇല്ലാത്തതാണ്. അല്ലെങ്കിൽ
അതിതീവ്രമായ ദേശീയ വികാരത്തിൻ്റെ അഭാവമാണ്, അല്ലെങ്കിൽ അത്തരമൊരു സംഘടനയുടെ അഭാവമാണ് തുടർച്ചയായി ഈ മഹത്തരമായ രാഷ്ട്രം അടിമത്തം പേറേണ്ടി വന്നത് എന്ന് ഡോക്ടർ ജി കരുതിയിരുന്നു. അദ്ദേഹം 1889 ജനിച്ചതിന് ശേഷം അദ്ദേഹം കാണുന്നത് അധിനിവേശത്തിന് കീഴിൽ ഈ മഹത്തരമായ രാഷ്ട്രം അടിമപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ്. അന്ന് മുതൽ തന്നെ അദ്ദേഹം തീരെ ചെറുപ്രായത്തിൽ മുതൽ തന്നെ ഇതിനെതിരെ അതിശക്തമായ ശബ്ദമുയർത്തുകയും സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്, അന്ന് ബ്രിട്ടീഷ് ഭരണം നമ്മുടെ രാജ്യത്തെ കീഴടക്കിയിരിക്കുന്ന സമയമാണ്, അന്ന് ദേശീയ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നതൊക്കെ വലിയ കുറ്റമായി കണക്കാക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഡോക്ടർ കേശവ് ബൽറാം ഹെഡ്ഗേവാറിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം തീരെ ചെറുപ്രായത്തിൽ തന്നെ ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ ശബ്ദമുയർത്തുകയും വിപ്ലവ പ്രസ്ഥാനമായ അനുശീലൻ സമിതിയിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ, ആദ്യം അനുശീലൻ സമിതി എന്ന വിപ്ലവ പ്രസ്ഥാനത്തിലൂടെ അദ്ദേഹം പ്രവർത്തിക്കുന്നു. പിന്നീട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ദേശീയ പ്രസ്ഥാനം, പ്രത്യേകിച്ച് എടുത്തു പറയുന്നു ഇപ്പോഴത്തെ ഇറ്റലി കോൺഗ്രസോ നെഹ്റു കോൺഗ്രസോ അല്ല, മറിച്ച് മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള സർദാർ വല്ലഭഭായ് പട്ടേൽ ഉൾപ്പെടെയുള്ള പ്രമുഖർ നയിച്ചിരുന്ന ദേശീയ പ്രസ്ഥാനമായിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. ആ കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു ഡോക്ടർ കേശവ് ബൽറാം ഹെഡ്ഗേവാർ. അതിനുശേഷമാണ് പിന്നീട് അദ്ദേഹം മനസ്സിലാക്കുന്ന ഒരു കാര്യം, അതായത് ഒരിക്കലും ഈ സ്വാതന്ത്ര്യം ലഭിക്കുന്നു എന്നതുകൊണ്ട് മാത്രം ഈ രാഷ്ട്രം പരംവൈഭവത്തിലേക്ക് എത്തുന്നില്ല, മറിച്ച് രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന മുഴുവൻ സമയവും ഈ നാടിന് വേണ്ടി മാറ്റിവെക്കുന്ന ഒരു തലമുറയും ഒരു പ്രസ്ഥാനവും ഉണ്ടായെങ്കിൽ മാത്രമേ ശാശ്വതമായ സ്വാതന്ത്ര്യം ലഭിക്കുകയുള്ളൂ. ഈ നാട് പിന്നീട് ഇനി ഒരിക്കൽ കൂടി അടിമത്തത്തിലേക്ക് പോകാതിരിക്കണമെങ്കിൽ അങ്ങനെ ഒരു സംഘടന വേണം. അത്തരം ഒരു ദേശീയ പ്രസ്ഥാനത്തിൻ്റെ അഭാവമാണ് തുടർച്ചയായി ഉണ്ടാകുന്ന അടിമത്തത്തിന് കാരണം എന്ന് അദ്ദേഹം കരുതിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 1925 വിജയദശമി നാളിൽ അദ്ദേഹം രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന സംഘടന രൂപീകരിക്കുന്നത്. എന്തായാലും നമ്മളിപ്പോൾ സംഘത്തിൻ്റെ കാര്യാലയത്തിനകത്ത് അല്പസമയം മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ നിന്നാണ് പോയത്. അദ്ദേഹം ഇപ്പോൾ ദീക്ഷ ഭൂമിയിലേക്ക് എത്തുന്നു. അവിടെ അദ്ദേഹം പുഷ്പാർച്ചന. ഗൗതം, ആസ്ഥാനത്തിനുള്ളിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാന സേവകൻ എന്നുള്ള നിലയിൽ ആദ്യമായി സന്ദർശിച്ച ശേഷം നാഗ്പൂരിലെ RSS ആസ്ഥാനത്തിനുള്ളിലേക്ക് നമ്മുടെ ഡൽഹി റീജിയണൽ ചീഫ് ഗൗതം അനന്തനാരായണൻ കടന്നു ചെല്ലുകയാണ്. അവിടെ നിന്നുള്ള തത്സമയ വിവരണങ്ങളും ഉണ്ടാകും. ഇപ്പോൾ പ്രധാനമന്ത്രി പോയിരിക്കുന്നത് നാഗ്പൂർ നഗരത്തിൽ തന്നെയുള്ള ദീക്ഷ ഭൂമിയിലേക്കാണ്.